ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കിഡ്സിൻ്റെ ഡ്രസ്സിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പറഞ്ഞു പോണേ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ നോക്കുക. ക്രിസ്മസിനൊക്കെ സൂപ്പറായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ കട്ടിങ്ങിലേക്ക് പോവാം. ഈ ഒരു മോഡൽ ചെയ്യാനായിട്ട് ഞാൻ 2 പീസ് തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പീസ് തുണി ഇവിടെ സെയിം അളവിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തുണീനെ ആദ്യമേ തന്നെ വീതിക്ക് ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു തുണീനെ ഞാൻ വീതിക്ക് ഹാഫായിട്ട് മടക്കുകയാണ്. അപ്പം ഞാനിവിടെ വീതിക്ക് ഹാഫായിട്ട് മടക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. 1 2 3 4 കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ് ഈ ഒരു സൈഡ് വരണേ. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗമാണ്. ഹാഫായിട്ട് മടക്കിയിട്ട് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 15 ഇഞ്ചാണ്. ഹാഫായിട്ട് മടക്കിയപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 15 ഇഞ്ചസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു മോഡൽ ചെയ്യാനായിട്ട് ഞാൻ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 34 ഇഞ്ചാണ്. ലെങ്ത്ത് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. അപ്പം ഞാനിവിടെ ഫുൾ ലെങ്ത്ത് 34 ഇഞ്ചസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അടിയിലേക്ക് 34 ഇഞ്ച് ഉണ്ട് കേട്ടോ. ആദ്യമേ തന്നെ മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് നേരെ അടിയിലേക്ക് ഞാനൊരു 9 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 9 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്. ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പം മടക്ക് വരുന്ന ഭാഗത്താണ് കേട്ടോ നമ്മൾ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യുന്നത്. 9 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. ഈ 9 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഞാൻ 8.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കണേ. ഈ ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഞാനൊരു 8.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 8.5 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്. ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി അതിനെ ഒന്ന് സ്ട്രെയിറ്റ് വരയ്ക്കാം കേട്ടോ നമുക്ക്. ഇനി ഇതേ ഈ ഒരു പോയിന്റിൽ നിന്ന് നേരെ അടിയിലേക്ക് നമുക്ക് ഡയഗണലായിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഡയഗണലായിട്ട് മാർക്ക് ചെയ്ത് പോവാം. അപ്പോൾ അടി വരെ നമ്മൾ ഇതുപോലെ ഡയഗണലായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, അത് അറ്റം വരെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് വരച്ചു പോവാം കേട്ടോ. അപ്പോൾ അറ്റം വരെ ഞാൻ ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തു. ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു പോയിന്റ് വരുമ്പോൾ നമുക്കൊന്ന് കർവ് ചെയ്തിട്ട് അങ്ങ് വരയ്ക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ട്, ഇങ്ങനെ ഷാർപ്പായിട്ട് പോകണ്ട, ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ടാണ് ഇതിനെ ഒന്ന് വരച്ചിരിക്കണേ. നമ്മൾ കട്ട് ചെയ്ത് പോകുമ്പോൾ ഷാർപ്പായിട്ട് കട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ടാണ് കേട്ടോ കട്ട് ചെയ്യണേ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഭാഗം അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അറ്റം വരെ അങ്ങ് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഭംഗിയായിട്ട് നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒന്ന് കർവ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു സൈഡ് കട്ട് ചെയ്തിരിക്കണേ. അപ്പോൾ ഈ ഒരു ബാലൻസ് ഉള്ളത് നമുക്ക് കളയാം. അങ്ങനെ സിമ്പിളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ അടിവശം ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കർവ് ചെയ്ത് മുകളിലേക്ക് അങ്ങ് കട്ട് ചെയ്യാം കേട്ടോ. ഒരു 1 ഇഞ്ചോ 1.5 ഇഞ്ചോ മുകളിലേക്ക് നമുക്കൊന്ന് കർവ് ചെയ്തിട്ട് ഇതിനെ അങ്ങ് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഈ ഒരു അടിവശം ഞാൻ ഒന്ന് കർവ് ചെയ്ത് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അടിവശവും നമ്മൾ കർവ് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഇതിൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് നമ്മുടെ കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച തുണി ഞാനിവിടെ ടേബിളിൽ വിരിച്ചിട്ടിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന പോലെയാണ് വെച്ച് കൊടുത്തിരിക്കണേ. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന പോലെ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു അരികു വശം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യണ പോലെ തന്നെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സൈഡും ഇതുപോലെ തന്നെ കുറച്ച് തയ്യൽ തുമ്പിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അങ്ങനെ രണ്ട് സൈഡിലും നമ്മൾ ഈ ഒരു ഭാഗം ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കർവ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒന്ന് ചെരിച്ച് കട്ടിട്ട് കൊടുക്കാം കേട്ടോ. അവിടെ ഒന്ന് ഞാൻ ഇതുപോലെ ചെരിച്ച് കട്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്തു. നമുക്ക് ഈ ഒരു ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തേരാം കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡ് ഈ ഒരു കർവ് വരുന്ന ഭാഗം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നിവർത്താം. ഈ ഒരു ഭാഗം ഞാൻ ഒന്ന് നിവർത്തുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത് ചീത്തവശത്തേക്ക് മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളിപ്പോൾ കട്ട് ചെയ്ത ഭാഗം. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ കട്ടിങ് വരുന്നത് ഇവിടെയാണ്, കാണാമെന്ന് വിചാരിക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ കട്ടിങ് കൊടുത്ത ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ആദ്യം ഒന്ന് ചെറുതായിട്ട് മടക്കി വീണ്ടും ഒരു മടക്കും കൂടി മടക്കിയിട്ട് അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. അറ്റം വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കട്ടിങ് വരെ, ഈ ഒരു കട്ടിങ് വരെ ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു സൈഡ് ചെയ്യാണ്. ഈ ഒരു സൈഡ് ചെയ്യണ പോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യണം. അടുത്ത കട്ടിങ് ഇത് എവിടെയാണ് വരണേ, ആ ഒരു ഭാഗം വരെ നമുക്ക് ഇതിനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഈ ഒരു സൈഡ് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തേക്കുക കേട്ടോ. അങ്ങനെ അതേ രണ്ട് സൈഡിലും നമ്മൾ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് മുകൾ വശത്ത് നമുക്ക് ഇലാസ്റ്റിക്കിനുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇലാസ്റ്റിക് ചെയ്യാനായിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ഞാനൊരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം മുകളിൽ നിന്ന് താഴേക്ക് 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ വരച്ചെടുത്തു. ഇനി ഇതിപ്പോൾ തേരുവശം ആയതുകൊണ്ട് ആദ്യം ഒന്നും മടക്കി ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പം നിങ്ങളുടേത് തേരുവശം അല്ല എന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം. അതിനുശേഷം അവിടെ നിന്ന് 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വേണം കേട്ടോ ഈ കാണിക്കുന്ന പോലെ ചെയ്യാനായിട്ട്. ഇതിപ്പോൾ തേരുവശം ആയതുകൊണ്ട് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഇതിപ്പോൾ ഈ മാർക്ക് ചെയ്ത ലൈൻ ഉണ്ടല്ലോ, അതിലേക്ക് ഇതിനെ ഒന്ന് ഹാഫായിട്ട് മടക്കുകയാണ്. ദേ ഇങ്ങനെ ഹാഫായിട്ട് മടക്കിയിട്ട് അറ്റത്തേക്കടെ സ്റ്റിച്ച് ചെയ്ത് പോവും. നമുക്ക് ഇലാസ്റ്റിക് കയറ്റാനാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടിയും പറഞ്ഞു തരാം. മുകളിൽ നിന്ന് താഴേക്ക് 1.25 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ ലൈനിലേക്ക് നമ്മൾ ഈ ഒരു തുണീനെ ഹാഫായിട്ട് മടക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. മിഡിലിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണ്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഏതെങ്കിലും ഒരു സൈഡിൽ ചെറുതായിട്ട് ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം ഇലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റാനായിട്ട്. അപ്പം നമ്മളിതേ ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിൽ സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കണം കേട്ടോ. അപ്പോൾ അത് ഇത്രയും ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കാനായിട്ട്. അപ്പം ഞാൻ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി ഇവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഈ മാർക്ക് ചെയ്ത പോയിന്റ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ മുകൾ ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽക്കൂടെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് 29 ഇഞ്ചിൽ ഞാൻ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇലാസ്റ്റിക് ആ ഒരു ഹോളിൽ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ കൂടെ നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഈ ഒരു ഹോളിൽ കൂടെ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഇലാസ്റ്റിക് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൂട്ടി യോജിപ്പിക്കാം.
ഇലാസ്റ്റിക് രണ്ടും ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഹോളുള്ള ഭാഗം നമുക്ക് നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഈ ഒരു മുകൾ വശത്ത് ഭംഗിയായിട്ട് നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു സൈഡ് വശം നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഈ ഒരു അടിവശം മുതൽ മുകൾ ഭാഗം വരെ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്ത് പോവാം. ഇതുപോലെ സൈഡ് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവിടെയും വരെ നമുക്ക് സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഈ ഒരു സൈഡ് ഷേപ്പ് ചെയ്ത പോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ രണ്ട് സൈഡും ഷേപ്പ് ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ. അങ്ങനെ രണ്ട് സൈഡും നമ്മൾ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ റൗണ്ടിന് ചുറ്റും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഫൈനൽ ലുക്ക് കാണിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.